സിമ്പിളായിട്ടുള്ളൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചോറുണ്ട്, പിന്നെ അയില വറുത്തതാണ് കേട്ടോ. അയില വറുത്ത വെളിച്ചെണ്ണയിൽ ചോറ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പൊതിച്ചോറ് കട്ടുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അയില ചാളയൊക്കെ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ ചോറിട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. ചട്ടിയോടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് പാത്രത്തിലിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇലയിലിട്ട് കഴിക്കാം. എന്നാലും ഞാനിത് ചട്ടിയിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചോറൊക്കെ ശരിയാക്കി ഇല വാട്ടിയിട്ടുണ്ട്. ഇല വാട്ടിയത് പിന്നെ ചോറിട്ട് കൊടുക്കണം അതിലേക്ക്. പിന്നെ അതിലേക്ക് നമ്മൾക്ക് ഇന്ന് പൊതിച്ചോറിലേക്ക് അധികം കറികളൊന്നുമില്ല. ഒരയില വറുത്തത്, മുട്ട അപ്പം ഉണ്ടാക്കിയതുണ്ട്, ഓംലേറ്റ് പോലെ, പിന്നെ ഇഞ്ചമ്പുളി അച്ചാർ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പൊതിച്ചോറ്. വേറെ ചാറ് കറിയോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പൊതിച്ചോറ്. ഒരു രസത്തിന് ചെയ്തതാണ്. അത് ഞാൻ ഇപ്പോൾ ഈ വോയിസ് കൊടുത്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് 8 ദിവസമായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുത്തത് കഴിഞ്ഞതിൻ്റെ ഇത് 2 ആഴ്ച മുന്നാണ്. ഡെലിവറിക്ക് ഒരാഴ്ച മുന്നായിട്ട് എടുത്ത വീഡിയോ ആണ്. ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. അതന്ന് നമ്മൾ പ്രഗ്നൻസിയിൽ ഉള്ള ഒരു ലാസ്റ്റത്തെ ഒരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ആഗ്രഹം അന്ന് പൊതിച്ചോറ് കഴിക്കണം എന്നൊക്കെ തോന്നി. അങ്ങനെ ഞാനും മോനും കൂടി പോയി ഇലയൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് സെറ്റാക്കി അങ്ങനെ പൊതിച്ചോറ് കെട്ടിയിരുന്നു കേട്ടോ. മോൻ്റെ കുഞ്ഞു കൈകളും കാണാം അവിടെ. അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറ് ശരിയാക്കി ഇലയിൽ പൊതിഞ്ഞ് കെട്ടി വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഈ വീഡിയോ ഞാനിതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ ഇന്ന് ഇതാവട്ടെ വിചാരിച്ചിട്ട് ചെയ്തതാണ്. കുറേ ദിവസമായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പൊതിച്ചോറ് കെട്ടി ഇലയിൽ വെറുതെ ചുരുട്ടി വെച്ചോളൂ കേട്ടോ. അതിന് 2 മണിക്കൂറൊന്നും ഇരിക്കാനുള്ള ഗ്യാപ്പൊന്നും പോകാൻ തന്നില്ല. അവൻ അപ്പോഴത്തേനത് തുറക്കണം, കഴിക്കണം. പിന്നെ അവരുടെ ആഗ്രഹമല്ലേ, കഴിക്കാൻ പറയണ നേരത്ത് കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ വാശിയാവും, പിന്നെ വേണ്ട എന്ന് പറയും. അപ്പോൾ കഴിച്ചോളം പറഞ്ഞു. അത് തുറന്ന് കുറച്ച് ചോറ് എനിക്ക് കിട്ടിയുള്ളൂ. അതിൽ നിന്ന് ബാക്കിയൊക്കെ അവനെ കഴിച്ചാൽ അവന് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സ്വഭാവം മാറി, എരിവായി, എരിയായി, ആകെ പ്രശ്നമായി. ആദ്യമേ പറഞ്ഞതാണ്, പക്ഷെ കാണുമ്പോഴത്തെ ഒരു ഇതുണ്ടല്ലോ കുട്ടികൾക്ക്, അതിൽ അവന് വേണമെന്ന് പറഞ്ഞത് മുഴുവൻ. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു നീ കഴിക്കില്ല, സമ്മതിച്ചില്ല. എന്തായാലും സംഭവം നല്ല ടേസ്റ്റുള്ള പൊതിച്ചോറായിരുന്നു കേട്ടോ. വേറെ ചാറുകറി ഉപ്പേരി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആഗ്രഹത്തിന് വേണ്ടി ചെയ്തു എന്ന് പറയില്ലേ, അതുതന്നെയാണ്. ഒരാഗ്രഹം കൊണ്ട് ചെയ്തു തന്നെയാണ് കേട്ടത്. അങ്ങനെ അപ്പോൾ ബൈ ഫ്രം ചിന്നൂസ് ഡയറീസ്.